ഓർഡർ ചോദ്യം നമ്പർ 721. മൈക്ക് കൊടുക്കൂ. 721 എന്നുള്ള ചോദ്യം സഭയിൽ സമർപ്പിച്ചു കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പോലും PAC പരിഗണിച്ച ശേഷം മാത്രമേ സാധാരണഗതിയിൽ ചോദ്യം അനുവദിക്കൂ. 721 നമ്പർ ചോദ്യത്തിന് ആധാരമായ റിപ്പോർട്ട് ഇതുവരെ സഭയിൽ വെച്ചിട്ടില്ല. അടുത്ത 2017 മാർച്ചിൽ മാത്രമേ അത് സഭയിൽ വെക്കുകയുള്ളൂ. ഡ്രാഫ്റ്റ് പാരയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന് കോൺഫിഡൻഷ്യലായിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിൽ ചോദ്യം ഉന്നയിക്കുന്നത് ക്രമവിരുദ്ധമാണ്. സാർ, ശക്തറാൻ കൗളിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പേജ് 524. നോർമലി നോ ക്വസ്റ്റ്യൻ ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് പെർമിറ്റഡ് ടു ബി റൈസ്ഡ് ഇൻ ദ ഹൗസ് until the Public Accounts Committee has considered the report. However, question based on the audit report related to matters which are yet to come before the Public Accounts Committee may be admitted by the Speaker if related to a grave instance of fraud or declaration of public funds. Sir, PAC consider ചെയ്യാത്ത ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് സഭയിൽ ചോദ്യമായി വരുന്നത് സഭാ കീഴ്വഴക്കങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണ്. ഇത് ഗവൺമെൻറ്റിന് ഏജ് കൊടുക്കുന്ന ഒരു ഓഡിറ്റ് പാരയാണ്. ആ ഓഡിറ്റ് പാര സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യലാണ്. സർക്കാർ പരിഗണിച്ച ശേഷം ഗവൺമെൻറ്റിൻ്റെ റിപ്ലൈ കൊടുത്ത് റിപ്പോർട്ട് വന്ന് PAC പരിഗണിച്ച ശേഷം മാത്രമേ അത് സഭയുടെ ഭാഗമാകുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാടുള്ളൂ. അത് സഭാ ചട്ടങ്ങളുടെയും റൂളുകളുടെയും വിരുദ്ധമാണ്. അങ്ങ് ഈ ചോദ്യം ഡിസലവ് ചെയ്യണമെന്നാണ്. അത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാകും. അത് ഡിസലവ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്ത് ചെയർ പരിശോധിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ചോദ്യം സാമാന്യമായൊരു ചോദ്യമാണ്. CAGയുടെ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നും അതുമായി ബന്ധപ്പെട്ട ഉപചോദ്യങ്ങളുമാണ്. റിപ്പോർട്ടിനെ സംബന്ധിച്ച ചോദ്യമല്ല എന്നാണ് ചെയർ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം റിപ്പോർട്ട് മാധ്യമ വാർത്തയുടെയോ പൊതുവിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു റിപ്പോർട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് സാമാന്യമായി ആരായുകയാണ് ചോദ്യം കർത്താവ് ഉദ്ദേശിച്ചുള്ളത് എന്നാണ് ചെയറിന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആ ചോദ്യം അനുവദനീയമാണ്. മന്ത്രിയുടെ ഉത്തരവും അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. CAG റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ചോദ്യമോ ചർച്ചയോ അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ല, മന്ത്രിയുടെ ഉത്തരവും അതുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്നാണ് ചെയർ പ്രതീക്ഷിക്കുന്നത്. ശ്രീ മുഹമ്മദ് മോഹസിന് പകരം ശ്രീ ചിറ്റയം ഗോപകുമാർ, ES ബിജിമോൾ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ചോദ്യം നമ്പർ 721A. വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് CNAG ഓഡിറ്റിൻ്റെ അന്തിമ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനോ തുറമുഖ കമ്പനിക്കോ ലഭിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് വിഴിഞ്ഞം തുറമുഖ കമ്പനിയിലും തുറമുഖ വകുപ്പിലും AG ഓഫീസ് ഓഡിറ്റ് നടത്തുകയുണ്ടായി. ഓഡിറ്റിലെ നിരീക്ഷണങ്ങൾ കരട് റിപ്പോർട്ട് രൂപത്തിൽ PAG ERS നൽകുകയുണ്ടായി. സർ, കരട് റിപ്പോർട്ടിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് AG ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല, നിരീക്ഷണങ്ങൾ അന്ത്യമല്ലെന്നും കമ്പനിയും തുറമുഖ വകുപ്പും തരുന്ന മറുപടികൾക്ക് അനുസൃതമായി നിരീക്ഷണങ്ങൾ മാറാവുന്നതാണെന്നും AG വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിന്മേൽ തുറമുഖ വകുപ്പ് നടപടി കൈക്കൊള്ളുകയും AGക്ക് മറുപടി അയക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത് സംബന്ധിച്ച് 2016 ആഗസ്റ്റ് 18 തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, വിഴിഞ്ഞം കമ്പനി മാനേജിംഗ് ഡയറക്ടർ, വിഴിഞ്ഞം കമ്പനിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി AG ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ AG ഓഫീസിൽ വെച്ച് എക്സിറ്റ് മീറ്റിംഗ് നടത്തുകയുണ്ടായി. അന്നത്തെ മീറ്റിങ്ങിൽ എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി ചർച്ച ചെയ്തിട്ടില്ല. അതിനാൽ ഒരു മീറ്റിംഗ് കൂടി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമേ റിപ്പോർട്ട് അന്തിമാവുകയുള്ളൂ. B. കരട് റിപ്പോർട്ടിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും നിരീക്ഷണങ്ങൾ അന്ത്യമല്ലെന്നും കമ്പനിയും തുറമുഖവും വ്യക്തമാക്കിയ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിരീക്ഷണങ്ങൾ മാറാവുന്നതാണെന്നും AG വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ അറിയിക്കേണ്ടതായിട്ടുണ്ട് സാർ. ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ മുതൽ മുടക്ക് 67% അല്ല, അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമായ ഏതാണ്ട് 11% വരുന്ന VGF ഉൾപ്പെടും. അതിനാൽ അത് 56%. പദ്ധതിയുടെ ഉപഘടകമായ പോർട്ട് എസ്റ്റേറ്റിൽ കരാർ കമ്പനി നടത്തുന്ന മുതൽ മുടക്ക് കൂടി പരിഗണിക്കുമ്പോൾ പദ്ധതി ചെലവ് 11,000 കോടി രൂപയും കരാർ കമ്പനിയുടെ വിഹിതം 50% മാറുകയും ചെയ്യും.
രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും നടത്തുന്ന വികസന പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന മൊത്തം തുക ചെലവഴിക്കേണ്ടത് കരാർ കമ്പനിയാണ് സാർ. അതുകൂടി കണക്കിലെടുത്താൽ കരാർ കമ്പനിയുടെ ശതമാന വിഹിതം കൂടുതലാവുകയും ചെയ്യും. 4. കരാർ കമ്പനി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി 15-ാം വർഷം മുതൽ പദ്ധതിയിലെ മൊത്തം വരുമാനത്തിൻ്റെ വിഹിതമാണ് സർക്കാർ നൽകുന്നത്. ശേഷിച്ച വരുമാനത്തിൽ നിന്ന് കമ്പനിക്ക് ചെലവുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. മേൽപ്പറഞ്ഞ നിരീക്ഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് ലാഭമല്ല, മറിച്ച് ചെലവിനുള്ള മുമ്പുള്ള മൊത്ത വരുമാനമാണ്. ധനതത്വശാസ്ത്രപരമായി നീതീകരിക്കത്തക്കതും എന്നാൽ സാമ്പത്തിക സാധ്യത താഴ്ന്നതുമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ സാമ്പത്തിക നേട്ടം മാത്രം പരിഗണിക്കാതെ സാമൂഹിക നേട്ടങ്ങൾ മാത്രം പരിഗണിച്ച് സർക്കാർ മുതൽ മുടക്കുന്നത് സാധാരണമാണ്. പ്രത്യേകിച്ചും ബാഹ്യാടിസ്ഥാന സൗകര്യങ്ങളായ ഭൂമി, വൈദ്യുതി, റെയിൽ കണക്ടിവിറ്റി എന്നീ മേഖലകൾ. സി. ഓഡിറ്റിൻ്റെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഡി. കരട് റിപ്പോർട്ടിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് AG ആവശ്യപ്പെടുകയും നിരീക്ഷണങ്ങൾ അന്ത്യമല്ലെന്നും കമ്പനിയും തുറമുഖ വകുപ്പും തരുന്ന മറുപടികൾക്ക് അനുസൃതമായി നിരീക്ഷണങ്ങൾ മാറ്റാവുന്നതാണെന്നും AG വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മറ്റു നിരീക്ഷണങ്ങൾ അന്തിമ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സഭയെ അറിയിക്കുന്നതാണ്. ശ്രീമതി S. ബിജിമോൾ. സാറേ, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 5071 കോടി രൂപ വൻ പലിശയ്ക്ക് കടമെടുത്താണ് കേരള സംസ്ഥാനം ഈ വിഴിഞ്ഞം പദ്ധതിയിൽ തുക മുടക്കുന്നത്. 20 വർഷക്കാലത്തേക്ക് നമുക്കിതുമായി ബന്ധപ്പെട്ട് 5 പൈസ പോലും തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. എന്ന് പറഞ്ഞാൽ പലിശ ഇനത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ വലിയൊരു ബാധ്യത വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വഹിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. സാർ, എൻ്റെ ചോദ്യം, വിഴിഞ്ഞം പദ്ധതിയിൽ കേരളത്തിൻ്റെ നിക്ഷേപത്തിന്മേൽ അദാനി ഗ്രൂപ്പിന് 10 വർഷത്തേക്കായിരുന്നു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നത്. അത് 20 വർഷമായി നീട്ടിയതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നു. സർ, $7,525 കോടിയാണ് നമ്മുടെ മൊത്തം ഇത് നീക്കി വെച്ചത്. കേരള സർക്കാരിൻ്റെ 4,089, 2,454 കോടി ദാനിരുതാണ്. ഈ കാര്യം നടപ്പിലാക്കുന്നതിന് നേരത്തെ ഉണ്ടാക്കിയ കരാറനുസരിച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇതിനകം 826 കോടി ചിലവാക്കിയിട്ടുണ്ട്. മറ്റു ചിലവുകൾ അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് നമുക്ക് ബാധ്യതയുള്ള കാര്യമല്ല. അതുകൂടി നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമേ പൊതുവെ എത്ര ശതമാനമാണ് ലാഭകരമായി പ്രവർത്തിക്കുന്നത് എന്ന് നിശ്ചയിക്കാൻ കഴിയൂ എന്ന് മാത്രമല്ല, ഇപ്പോൾ തീരുമാനിച്ച ലാഭവിഹിതമല്ല, ചെലവുകളുടെ ഭാഗമാണ്. സാർ, ചോദ്യം 10 വർഷത്തേക്ക് നൽകിയിരുന്ന മൊറട്ടോറിയം അദാനി ഗ്രൂപ്പിന് 20 വർഷമായി മൊറട്ടോറിയം നീട്ടി നൽകിയതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. 20 വർഷമായി മൊറട്ടോറിയം നീട്ടി നൽകിയതിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ചായിരുന്നു ആദ്യത്തെ ചോദ്യം. സാർ, രണ്ടാമത്തെ ചോദ്യം ഈ കൺസെഷൻ പീരീഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. കൺസെഷൻ പീരീഡ് ആദ്യത്തെ പ്രഥമ എഗ്രിമെൻ്റ് പ്രകാരം 25 വർഷം എന്നുള്ളത് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ 40 വർഷം, ഏതെങ്കിലും ഡാറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ 40 വർഷം എന്ന് നീട്ടി നൽകിയത് എന്നറിയില്ല. അപ്പം 25 എന്നുള്ളത് ഒറ്റയടിക്ക് 15 വർഷം കൂട്ടി 40 വർഷമായി കൺസെഷൻ പീരീഡ്, അതായത് യൂസർ ഫീ പിരിക്കുന്നതിനുള്ള പീരീഡ് 15 വർഷം കൂടി നീട്ടി നൽകുന്നത് വഴി അദാനി ഗ്രൂപ്പിന് വലിയ ലാഭമാണ്. ഏതാണ്ട് 4,600 കോടി രൂപയോളം ഈ 15 വർഷം കൊണ്ട് ആ കമ്പനിക്ക് ലാഭം ഉണ്ടാകും എന്നുള്ളതാണ് വിലയിരുത്തൽ. അപ്പം സ്വാഭാവികമായി ഇത്തരം ഈ 25 എന്നുള്ളത് 40ആയി നീട്ടി നൽകാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാമോ? മൊറട്ടോറിയം നീട്ടി നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. ആദ്യം തന്നെ 20 വർഷമായി നിശ്ചയിച്ചിട്ടുണ്ട്. ശ്രീ ചിറ്റയം ഗോപകുമാർ. സാർ, ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വിവിധ വാർത്തകളാണ് പുറത്തു വരുന്നത്. സാർ, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ കടൽ ഭിത്തിയും മത്സ്യബന്ധന തുറമുഖവും PPP അനുസരിച്ച് അതിൻ്റെ നിർമ്മാണം, ആ വ്യവസ്ഥ അനുസരിച്ച് നിർമ്മാണം നടത്തണമെന്നാണ്. പക്ഷെ എന്നാൽ വരുന്ന റിപ്പോർട്ടുകൾ ഏതാണ്ട് 1,463 കോടി രൂപയോളം സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. സാർ, ഇത് സ്വാഭാവികമായും ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ ലംഘനമാണ്. ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയം എന്താണ്, നടപടി എന്താണ്? സർ, സംസ്ഥാന ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് ശ്രീ പിണറായി സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നാണ് ഒന്ന്. മറ്റൊന്ന്, ഇതിലുണ്ടായിട്ടുള്ള ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കേരള താല്പര്യങ്ങൾക്ക് വിരുദ്ധമോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് വിരുദ്ധമോ ആയ എന്തെങ്കിലും നീക്കങ്ങളുണ്ടെങ്കിൽ അത് യഥാസമയം
പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നത്. ശ്രീ ആർ രാമേന്ദ്രൻ. സർ, സ്വകാര്യ കൺസൾട്ടൻസി തയ്യാറാക്കി നൽകിയ സാമ്പത്തിക സാങ്കേതിക നിർവഹണ ചെലവ് സൂക്ഷ്മമായി പരിശോധിക്കാത്തതിനാൽ പദ്ധതിയുടെ മൊത്ത ചെലവിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. തുറമുഖവുമായി അതിൻ്റെ വികസന പദ്ധതിയുടെ ഭാഗമായി ഹോട്ടലുകളും തിയേറ്ററുകളും പാർക്കുകളും ഉൾപ്പെടെ മറ്റ് വിനോദ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി 1973 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ആദായത്തിൻ്റെ പങ്ക് ഗവൺമെന്റിന് ലഭ്യമാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നൽകേണ്ട സഹായങ്ങൾ, അത് പുനരധിവാസം ഉൾപ്പെടെ നഷ്ടപരിഹാരത്തിന് അർഹരായ തൊഴിലാളികൾ തുടങ്ങി എല്ലാ ഘടകങ്ങളെയും സംസാരിച്ച് അവർക്ക് സർക്കാർ നൽകേണ്ട സഹായം ഇതിലൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റു നടപടികൾ ഇത് പ്രാവർത്തികമാകുന്നതോടുകൂടി പരിശോധിച്ച് ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നു. ശ്രീ കെ വിജയന് പകരം ശ്രീ വി ആർ സുനിൽകുമാർ. സർ, വിഴിഞ്ഞം കരാർ പ്രകാരം ഇതിൻ്റെ പ്രവർത്തനം പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കാൻ സ്വതന്ത്ര എഞ്ചിനീയറെ നിയമിക്കണമെന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നു. 3 മാസത്തിനകം ചെയ്യേണ്ടതായിരുന്നു. ഇതുണ്ടായിട്ടില്ല. കരാർ കാലാവധി കഴിഞ്ഞ് 1.5 മാസം പിന്നിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. വ്യവസ്ഥകൾക്ക് വിപരീതമായി പ്രവർത്തിച്ച ഈ കമ്പനിയുടെ പേരിൽ സർക്കാർ സ്വീകരിച്ച നടപടി വ്യക്തമാക്കും. സർ, ഗവൺമെൻറ് നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് തുറന്ന നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച മറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. CAG റിപ്പോർട്ട്, അത് അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം ആ റിപ്പോർട്ടിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തമാക്കപ്പെട്ട കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് സർക്കാർ പിന്നീട് നടപടി സ്വീകരിക്കുന്നു. ശ്രീ പി ടി തോമസ്. സർ, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉയർന്ന ഒരു മുദ്രാവാക്യം ചിങ്ങം 1 വിഴിഞ്ഞം വിൽപ്പന ദിനം എന്ന ഒരു പ്രചരണമായിരുന്നു. പിന്നീട് വിഴിഞ്ഞം പദ്ധതി UDF സർക്കാരിൻ്റെ കാലത്തുള്ള പദ്ധതി തുടരും എന്ന് പുതിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വരികയുണ്ടായി. ഇവിടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി ഉത്തരം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്ന് C&AG ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം, ഈ C&AG ഡ്രാഫ്റ്റായി നൽകിയ ആ റിപ്പോർട്ട് ഓഡിറ്റ് ഇവിടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഗവൺമെൻറ് വിശ്വാസമുണ്ടോ? എന്താണ് അതിനെ സംബന്ധിച്ച സമീപനം? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആയാലും C&AGയുടെ ഓഡിറ്റ് ആയാലും ഓഡിറ്റിന് പോകുന്ന ടീമിലെ അംഗങ്ങൾ പത്രസമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില പരാതികൾ വ്യാപകമായി വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഇങ്ങനെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടതിന്റെ ഒരു സൂചനയാണ് ചോദ്യത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുമോ? എന്താണ് ഗവൺമെന്റ് സമീപനം? ഗവൺമെൻറ്റിന് വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നിബന്ധനകളോടുകൂടി CAG പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ആ റിപ്പോർട്ടിന് ശേഷം മാത്രമേ ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാണിച്ചതുപോലുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയാൻ കഴിയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കും. C&AGയുടെ ഓഡിറ്റ് പേര പുറത്തു വരുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. എത്രയോ സംഭവങ്ങൾ, അതിനറിയായ ഒരാളാണല്ലോ ഞാൻ. അത് എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. അക്കാലത്തൊന്നും ഇതിനെപ്പറ്റി ഒരു അന്വേഷണത്തിനും ആരും പുറപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ശ്രീ PC ജോർജ്. എല്ലാവർക്കും സാർ, നമുക്ക് എല്ലാവർക്കും രഹസ്യമാണ് ആവശ്യം സാർ. രഹസ്യം എന്താ സാർ? കേരളം വിറ്റ് തുലയ്ക്കുന്നത് രഹസ്യമാക്കുന്നത്. ഇത് പുറത്തു വരുന്നതിൽ ആർക്കാ സാർ ഇത്ര വിഷമം? 10 വർഷം 20ആയി, 40 കൊല്ലത്തേക്ക് കുളച്ചിൽ വരാൻ പോവാ സാർ. ഈ പദ്ധതി ലാഭകരമാവില്ല. കേരളത്തിലെ ജനങ്ങളെ 3.5 കോടി ജനങ്ങളെ വിറ്റ കച്ചവടമാണിതെന്നാണ് സാർ എൻ്റെ അഭിപ്രായം. ഇത് സംബന്ധമായി ഈ ചോദ്യത്തിൽ പോവാണ് സാർ.
അഭിപ്രായ പ്രകടനത്തിന് അവസരമില്ല. എല്ലാവർക്കും രഹസ്യമല്ലേ സാർ ആവശ്യം? ഇതൊന്നും പരസ്യമാവട്ടെ സാർ. ചോദ്യമാണെങ്കിലും പ്രമേയാണെങ്കിലും പ്രസംഗമാണെങ്കിലും എല്ലാം അദ്ദേഹം സാർ അങ്ങ് ക്ഷമിക്കൂ, ക്ഷുഭിതനാണ്. അങ്ങ് ക്ഷമിക്കൂ. ഈ 3.5 കോടി ജനങ്ങളെ വിറ്റിരിക്കുന്ന ഈ കരാർ സംബന്ധമായി വിശദമായ ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ കുളച്ചൽ ഒരു പുതിയ തുറമുഖം വരുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് ചില പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കേരളത്തിൻ്റെ ആശങ്ക അതാത് സമയത്ത് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ഭരണാധികാരികളെ അറിയിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഡൽഹിയിൽ ചെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ട് ഈ കുളച്ചൽ പദ്ധതി വന്നാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും അതിന് കേന്ദ്ര ഗവൺമെൻറ് എല്ലാവിധ സഹായങ്ങളും നൽകും എന്നാണ് ഇതിനകം കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സുതാര്യമായ നടപടികളാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. മത്സരാധിഷ്ഠിതമായി ടെൻഡർ വഴിയാണ് കരാറുകാരൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രത്യേകം നഷ്ടം വരുത്തുന്ന കാര്യമില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിന് മുമ്പ് താൽക്കാലിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം സംസ്ഥാന സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ അനുബന്ധമായി ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഞാൻ നേരത്തെ വ്യക്തമാക്കിയതുപോലെ അന്തിമ റിപ്പോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുപോലെ അവതരിപ്പിക്കാനും ചർച്ച നടത്താനുള്ള അവസരമുണ്ട് എന്നാണ് എനിക്ക്. ശ്രീ ഉമ്മൻചാണ്ടി. സാറ്, വിഴിഞ്ഞം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏത് വിധത്തിലുള്ള ചർച്ചയും ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഇവിടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് ഡ്രാഫ്റ്റ് പാര അത് രഹസ്യമായിരിക്കണം എന്ന് ഏജ് തന്നെ പറയുന്ന സാഹചര്യത്തിൽ അസംബ്ലിയിൽ ഔദ്യോഗികമായി ചർച്ച ചെയ്യുന്നത് ശരിയാണോ എന്ന ക്രമപ്രശ്നം, നിയമപരമായിട്ടുള്ളൊരു പ്രശ്നം ഉന്നയിച്ചതാണ്. ഇവിടെ പലപ്പോഴും ഡ്രാഫ്റ്റ് പാര ചർച്ച വിഷയമായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഔദ്യോഗികമായിട്ട് അസംബ്ലി ചർച്ച ചെയ്തിട്ടില്ല. അത് മാത്രമാണ് ചൂണ്ടിക്കാണിച്ച് ചർച്ച ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. എനിക്ക് ചോദിക്കാനുള്ളത് മറുപടി അതിന് വിധേയമായിട്ടായിരുന്നു. അത് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ടെൻഡർ 2005 ആദ്യമായിട്ട് നടത്തിയത്. 2015 ടെൻഡറിലാണ് ഇത് കരാർ ഉറപ്പിച്ചത്. സാർ, ഈ 10 വർഷത്തിനിടയിൽ പല പ്രാവശ്യം നമ്മൾ ടെൻഡർ ചെയ്തു. അന്നൊന്നും വയബിളായിട്ടുള്ള ടെൻഡർ ഉണ്ടായില്ല. സാർ, ഏറ്റവും ഒടുവിലത്തെ ടെൻഡർ സിംഗിൾ ടെൻഡറാണ്. ഇത്രയധികം ലാഭവും ഈ കേരളത്തെ മുഴുവൻ വിറ്റ് കൊണ്ടുപോകാനുള്ള വൻപിച്ച സ്രോതസ്സും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ടെൻഡറുകളിലൊന്നും വയബിളായിട്ടുള്ള ടെൻഡർ വരാതിരുന്നത്? ഏറ്റവും ഒടുവിലത്തെ ടെൻഡറിൽ സിംഗിൾ ടെൻഡർ മാത്രമായത് എന്ന വശം പരിശോധിക്കുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിഴിഞ്ഞം പദ്ധതി 1000 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. സാർ, ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കാൻ തന്നെയാണ് തീരുമാനം. സർ, വാണിജ്യാടിസ്ഥാനത്തിലെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അനുവദിച്ചിട്ടുള്ള കാലയളവ് 4 വർഷമാണ്, 1465 ദിവസം. അതനുസരിച്ചാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഡിസംബർ 5 ഒത്തുതീർപ്പുണ്ടായി. എന്നാൽ ആ കാലയളവ് 4 വർഷം വന്നിരിക്കെ കൺസെഷയർ പദ്ധതിയുടെ വാണിജ്യാടിസ്ഥാനത്തെ പ്രവർത്തനം ആരംഭിക്കാൻ 1000 ദിന ഉത്സുക കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ മത്സരാധിഷ്ഠിതമായി ടെൻഡർ വഴി തന്നെയാണ് കരാറുകാരെ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് മറ്റ് നടപടിക്രമങ്ങളുണ്ടായില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 1000 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള കർമ്മോത്സുകമായ പരിപാടി കരാർ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരുമാനമനുസരിച്ച് നേരത്തെ കരാർ ഡിസംബർ 19 ആണെങ്കിലും അതനുസരിച്ച് 2018 ഇതിൻ്റെ ആദ്യ ഘട്ടം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന കരാറിനെക്കുറിച്ച് കേരളത്തിൽ ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നതാണ്. പക്ഷേ കരാർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒപ്പിട്ടതായിരുന്നു. കരാർ ഒപ്പിട്ടതോടെ
ആ കരാർ നടപ്പിലാക്കൽ മാത്രമേ മാർഗമുള്ളൂ. അതിലുള്ള കുറവുകൾ പറഞ്ഞ് ഇനി തർക്കിച്ച് നിന്നുകൊണ്ട് പ്രത്യേക ഗുണമൊന്നും കിട്ടാനില്ല. കുറവുകളായി തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആദ്യം ആശങ്കപ്പെട്ടതുപോലുള്ള പ്രശ്നങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളില്ലാതെയല്ല ഇപ്പോൾ കരാർ നിലനിൽക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ മൊത്തം താല്പര്യമെടുക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാവണം. ഇപ്പോഴാണെങ്കിൽ തൊട്ടടുത്ത് കുളച്ചിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സമയബന്ധിതമായി ഈ കരാർ പൂർത്തിയാക്കുക എന്നതിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനും സംസ്ഥാനത്തിനാകെയും താല്പര്യം. അവിടെ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് നിൽക്കുന്നത്. ശ്രീ എം വിൻസെൻ്റ്. സാറ്, നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സാർ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. ഈ പദ്ധതിക്കെതിരായി അന്താരാഷ്ട്ര തുറമുഖ ലോബികളും അതുപോലെ തന്നെ റിസോർട്ട് ലോബികളും പലതവണ പല കോടതികളിലും വന്നു. ആ കോടതികളിലെല്ലാം പരാജയപ്പെട്ട അവർ വീണ്ടും ഇത്തരത്തിലുള്ള AG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സാർ. അങ്ങനെ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ സാർ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നത് എന്നുകൂടി അങ്ങ് പരിശോധിക്കുമോ? അതുപോലെ തന്നെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസം നൽകുന്നതിനെ സംബന്ധിച്ച് വളരെ സുതാര്യമായ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി അവരുടെ പുനരധിവാസ പാക്കേജുകൾ നടപ്പിലാക്കുമോ? സർ, ഈ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായി നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർ, 2010 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കൽ നടപടിയോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഈ പദ്ധതി പ്രവർത്തനങ്ങൾ ഇന്ന് ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പുനരധിവാസ പ്രക്രിയയെ സംബന്ധിച്ച് ഇതിനകം തന്നെ ഗവൺമെൻറ് ഭൂമി നൽകേണ്ടവർക്ക് ഭൂമി നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റ് ജീവിത പ്രയാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ, ചിപ്പിത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ റിസോർട്ടിലെ ജീവനക്കാർ, അവിടെയൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്തർദേശീയ നിലവാരത്തിലോ മറ്റു തലങ്ങളിലോ ഉണ്ടാകുന്ന ഭീഷണി എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ടാകും. ഏതായിരുന്നാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഇന്ന് ഇതിനെക്കുറിച്ചുള്ള ആശങ്കകളും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ കുളച്ചൽ തുറമുഖം കൂടി നിർദ്ദേശിക്കപ്പെട്ടതോടുകൂടി അത് പൂർത്തീകരിക്കാൻ പെട്ടെന്ന് സാധ്യമല്ലെങ്കിൽ പോലും 30 കിലോമീറ്റർ അകലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു അന്തർദേശീയ തുറമുഖം ഉണ്ടാകുന്നത് ഇതിൻ്റെ വാണിജ്യപരമായ പ്രവർത്തനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആയിരിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ തുറമുഖത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ആ ആശങ്കകൾ കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുകയില്ല എന്നാണ് സർക്കാരിൻ്റെ നിഗമനം. ചോദ്യം നമ്പർ 722 ശ്രീ വി ജോയ്, ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി. സർ, കേരളത്തിൽ വിഴിഞ്ഞം, വലിയതുറ, നീണ്ടകര, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കായംകുളം, കൊടുങ്ങല്ലൂർ, പൊന്നാനി, കോഴിക്കോട്, ബേപ്പൂർ, വടകര, നീലേശ്വരം, മഞ്ചേശ്വരം, തലശ്ശേരി, കണ്ണൂർ, അഴീക്കൽ, മുനമ്പം, കാസർഗോഡ് എന്നീ നോൺ മേജർ തുറമുഖങ്ങളാണ് നിലവിലുള്ളത്. ഇവയിൽ വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ, കണ്ണൂരിലെ എന്നീ തുറമുഖങ്ങളാണ് പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത്. മാലിയിലേക്കുള്ള ചരക്കുകളും തീരദേശ കപ്പൽ ഗതാഗതം വഴിയുള്ള ചരക്കുകളും വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യുന്നു. കൂടാതെ വിദേശ വിനോദ സഞ്ചാരികളെ കൊണ്ടുള്ള യാത്രാ കപ്പലുകളും വിഴിഞ്ഞത്ത് വരുന്നുണ്ട്. സർ, കൊല്ലം തുറമുഖത്ത് ഇതുവരെ തീരദേശ കപ്പൽ ഗതാഗത പദ്ധതിയുടെ ഭാഗമായി ടൈൽസും മണലും കശുവണ്ടിയും മെഷീനറികളുമാണ് വന്നിട്ടുള്ളത്. ബേപ്പൂർ തുറമുഖം പ്രധാനമായും ലക്ഷദ്വീപിലേക്കുള്ള ചരക്ക് യാത്രാ കപ്പലുകളെയാണ് കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ തീരദേശ കപ്പൽ ഗതാഗത പദ്ധതിയുടെ ഭാഗമായുള്ള ചരക്ക് കപ്പലുകളും ബേപ്പൂരെത്തുന്നുണ്ട്. അഴീക്കൽ തുറമുഖത്ത് പ്രധാനമായും തടി, പ്ലൈവുഡ് ചരക്കാണ് കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ലക്ഷദ്വീപിലേക്കുള്ള ചരക്കും തീരദേശ കപ്പൽ ഗതാഗത പദ്ധതിയുടെ ഭാഗമായുള്ള ചരക്കും കൈകാര്യം ചെയ്യുന്നുണ്ട്. സർ, ബി, കേരള സംസ്ഥാനത്തെ തീരദേശ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തീരദേശ കപ്പൽ ഗതാഗത പദ്ധതി നടപ്പിലാക്കി വരുന്നത്. നിലവിൽ റോഡ്, റെയിൽ മാർഗം നീങ്ങുന്ന ചരക്കുകളെയും യാത്രക്കാരെയും താരതമ്യേന ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ ജലഗതാഗത മേഖലയിലേക്ക് ആകർഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിൽ റോഡ് മാർഗം കൈകാര്യം ചെയ്യുന്ന ചരക്കിൻ്റെ 40% 2020ഓടെയും
50% 2030 തീരദേശ കപ്പൽ ഗതാഗത പദ്ധതിയിലേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡി. കേരള തീരത്ത് തീരദേശ കപ്പൽ ഗതാഗത പദ്ധതിയുടെ ഭാഗമായി യാത്രാ കപ്പലുകൾ ആരംഭിക്കുന്ന സാധ്യത ഡെലോയിറ്റ് പഠന വിധേയമാക്കിയിട്ടുണ്ട്. കൊച്ചി, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ മേഖലകളെ ബന്ധിപ്പിച്ച് സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ അതിവേഗ യാത്രാ കപ്പൽ സർവീസ് നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതിൽ ആദ്യഘട്ടം എന്ന നിലക്ക് കൊച്ചി, കോഴിക്കോട് മേഖലയിൽ സർവീസ് ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള ജലയാനങ്ങളുടെ പരിശോധനകളും പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. ശ്രീ വി ജോയ്. സാർ, അങ്ങ് തന്ന മറുപടിയിൽ നോൺ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 15ആണ്. അതിൽ 4 തുറമുഖങ്ങളാണ് പ്രവർത്തന സജ്ജമായിട്ടുള്ളതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 11 കാര്യത്തെ സംബന്ധിച്ച് എന്താണ് സ്ഥിതി എന്നുള്ളതും, സംസ്ഥാനത്തെ വിശാലമായ കടൽ തീരവും അതിനോടനുബന്ധിച്ചുള്ള തുറമുഖങ്ങളും കേരളത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന വിധം വികസിപ്പിക്കുന്നതിനായി എന്തെല്ലാം പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നുകൂടി വ്യക്തമാക്കാം. സർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ പ്രഖ്യാപിച്ചു പ്രവർത്തന പരിപാടികളെ അന്ത്യഘട്ടത്തിലെത്തിയതിന് പുറമെയുള്ള തുറമുഖങ്ങളുടെ വികസനം അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ നടപ്പിലാക്കാനും അതിന് രൂപകൽപ്പന നൽകാനും തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വാണിജ്യ മേഖലയിലും അതുപോലെ തന്നെ യാത്രാ സംബന്ധമായ മേഖലകളിലും ഈ പറയുന്ന തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട സമിതികൾ ഫോറത്തിൽ ചർച്ച ചെയ്യുകയും ഈ നമ്മുടെ കൊച്ചിയിൽ കോഴിക്കോട് കൊച്ചി മേഖലയിൽ ആദ്യമായി ആരംഭിക്കുന്ന യാത്രാ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചർച്ചകളും തുറന്നു വരികയാണ്. അത് സമയബന്ധിതമായി മറ്റു തുറമുഖങ്ങളെയും അവഗണിക്കുന്ന പ്രശ്നമില്ല. ക്രമാനുഗതമായി അത്തരം തുറമുഖങ്ങളുടെ കൂടി പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തുന്ന നിലയിൽ ഗവൺമെൻറ് പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഈ കഴിഞ്ഞ VS ഗവൺമെൻറ് കാലത്ത് തുടങ്ങി വെച്ചതാണ് ഈ പൂവാറിലെ കപ്പൽ നിർമ്മാണ ശാലയുടെ പ്രവർത്തനം. എന്നാൽ അത് കഴിഞ്ഞ 5 വർഷം യാതൊരു പ്രവർത്തനം